ഡൽഹി ഇലക്ഷൻ റിസൾട്ട് വന്നുകൊണ്ടിരിക്കണു. മൊത്തത്തിലുള്ള ട്രെൻഡ് നമുക്കൊന്ന് വിലയിരുത്തണ്ടേ? അല്ല, ട്രെൻഡല്ല. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് BJP വിജയം ഉറപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ സ്കോറ് 37 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നതായി, ഏതാണ്ട് വിജയം ഉറപ്പിച്ച് കഴിഞ്ഞതായി ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് പറയുന്നുണ്ട്. ചാനലുകൾ പറയുന്ന 50 സീറ്റുകളിൽ BJP വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ മിശിഹ എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ 200 വോട്ടുകൾക്ക്, കേവലം 200 വോട്ടുകൾക്കാണ് മണിക്കൂറുകളായി പിന്നിലായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഒന്ന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ മനീഷ് സിസോദിയ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അവരുടെ മുഖ്യമന്ത്രി അതിഷി പോലും പിന്നിലാണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു വലിയ ട്രെൻഡ് സെറ്ററായ അല്ലെങ്കിൽ ഭൂമി കുലുക്കം പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ്. കാരണം കഴിഞ്ഞ 2 ടൈമിലും പാർലമെൻറ്റിലേക്ക് BJPക്ക് മുഴുവൻ സീറ്റുകളും കൊടുത്ത് ദില്ലി ജനത, പക്ഷേ ആപ്പിനെയാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനിൽ അവർ കണ്ടത് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരിക്കുന്ന ശരികേടുകൾ. ജനങ്ങൾ പറയുന്നുണ്ട് രാഷ്ട്രീയക്കാരെല്ലാം കുഴപ്പക്കാരാണ്, അഴിമതിക്കാരാണ്, ഇവരൊന്നും വന്നാൽ നന്നാവില്ല എന്നൊക്കെ പറയുന്ന ആളുകളുടെ മുന്നിലേക്ക് ഒരു മിശിഹയെ പോലെ ഒരു പ്രതീക്ഷയുമായിട്ടാണ് കെജ്രിവാൾ വന്നത്. കെജ്രിവാൾ വന്നത് തന്നെ വലിയൊരു ചതിയിലൂടെയാണ്. ദില്ലിയിലൊരു വലിയ സമരം നടന്നിട്ട് ആ സമരത്തിൽ ഒരു അഴിമതി വിരുദ്ധ സമരം നടക്കുകയും ആ സമരത്തിലൂടെ ശ്രദ്ധേയനായ ഒരാൾ രാഷ്ട്രീയമായി അധികാരത്തിന് പിന്നാലെ പോവില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രസ്ഥാനത്തെ വഞ്ചിച്ചിട്ടാണ് കെജ്രിവാൾ വളരെ പെട്ടെന്ന് ഒരു IRS ഉദ്യോഗസ്ഥനായ, ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഉദ്യോഗസ്ഥനായ കെജ്രിവാൾ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നത്. അപ്പം കാണുമ്പോൾ നമ്മൾ വാഗണാർ കാറിൽ മാത്രം സഞ്ചരിക്കുന്ന 150 രൂപയുടെ പാരഗൺ ചെരുപ്പിടുന്ന, വള്ളിച്ചെരുപ്പിടുന്ന, ലൂസായ ഷർട്ടിടുന്ന, ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന കെജ്രിവാൾ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു ഇമേജ് ഉണ്ടാക്കി. ദില്ലിയിലെ ജനങ്ങൾക്ക് സൗജന്യ വെള്ളം കൊടുക്കും, സൗജന്യ മരുന്ന് കൊടുക്കും, സൗജന്യ വൈദ്യുതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് സൗജന്യങ്ങൾ വാരിക്കോരി കൊടുത്ത് ദില്ലി ഭരണം 2 ടേമായിക്കൊണ്ട് നടക്കുകയാണ് കെജ്രിവാൾ. കെജ്രിവാളിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ദില്ലി എന്ന് പറയുന്നത് രാജ്യതലസ്ഥാനമാണ്. ദില്ലിക്ക് ഒരു പൂർണ്ണ തോതിലുള്ള സംസ്ഥാന പദവിയൊന്നുമില്ല. എന്നാൽ പോലും നമ്മുടെ വേണമെങ്കിൽ പറയാം ഒരു കൊച്ചി കോർപ്പറേഷൻ പോലെ ഉള്ള ഒരു വിപുലമായ ഏരിയ, ഒരു കോർപ്പറേഷൻ മേയറെ പോലെയുള്ള ഒരു സ്റ്റാറ്റസൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അധികാരങ്ങളേ ഉള്ളൂ ദില്ലി മുഖ്യമന്ത്രിക്ക്. ലഫ്റ്റനൻറ്റ് ഗവർണറാണ് അവിടുത്തെ സർവാധികാരി. എന്തൊക്കെ പറഞ്ഞാലും കെജ്രിവാൾ മുന്നോട്ട് വെച്ച ചൂലുമായി വന്ന് രാഷ്ട്രീയ രംഗത്തെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അഴുക്കുകൾ മുഴുവൻ തുടച്ചു നീക്കും എന്ന് പറഞ്ഞ ഗാർബേജ് നീക്കാൻ വന്ന ആൾ ഒരു ഗാർബേജ് ബോക്സായി മാറിയ ചിത്രമാണ് നമ്മൾ കണ്ടത്. അഴിമതിക്കെതിരെ ചൂലെടുത്ത കെജ്രിവാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രോഡായി, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജ്യവിരുദ്ധനായി മാറി. ഇന്ത്യക്കെതിരായ നിലപാടുകൾ എടുക്കുന്ന ഒരാളായി കെജ്രിവാൾ മാറുന്ന ചിത്രമാണ് കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നുണ്ട് ജോർജ് സോറോസിനെ കുറിച്ചൊക്കെ പറയും. ജോർജ് സോറോസിനെ പോലെ ഇന്ത്യയിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏജൻസികളുടെ കയ്യിലെ കളിപ്പാവയായിരുന്നു കെജ്രിവാൾ. കെജ്രിവാളിന് അതിന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്, രാഷ്ട്രീയവാദം ഉയർത്തിപ്പിടിച്ച് ഒരുപാട് സൗജന്യങ്ങൾ തരാം, ഇവിടെ മുഴുവൻ അഴിമതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ശ്രമിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 33 കോടി രൂപ മുടക്കിയിട്ടാണ് ഇയാളുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചത്. 33 കോടി രൂപ. എന്തിന്? നമ്മൾ ഈ പ്രാഥമിക കൃത്യം നടത്തുന്ന കക്കൂസ് പോലും ഓട്ടോമാറ്റിക്കാക്കി. ആ കക്കൂസിൻ്റെ വില എൻ്റെ 10 ലക്ഷം രൂപയായി. പുള്ളി ഇരിക്കുന്ന ക്ലോസറ്റിൻ്റെ വില, അതായത് കാര്യം സാധിച്ചാൽ കഴുകി കൊടുക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ടോയ്ലറ്റ് പോലും ഉപയോഗിക്കുന്നു. എന്നിട്ടോ ഈ ഒരു വീഡിയോ ഉണ്ട്, വളരെ പ്രസിദ്ധമായ വീഡിയോ ആണ്. കെജ്രിവാൾ ഒരു ഓട്ടോറിക്ഷയിലേക്ക് വന്നു കയറുന്നു, സ്ലിപ്പറാണ് ഇട്ടിരിക്കുന്നത്, ലൂസ് ഷർട്ടൊക്കെ ഇട്ട് ഓട്ടോറിക്ഷ കയറി പോകുന്നു. അത്രയാണ് വീഡിയോയിലുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗം പക്ഷേ ഇവർ ഒളിപ്പിച്ച് വെച്ച് പിന്നീട് പുറത്തത്. ഇറങ്ങി വരുന്നത് ദിവസം 2.5 ലക്ഷം രൂപ വാടകയുള്ള സപ്തനക്ഷത്ര, പഞ്ചനക്ഷത്രമല്ല, 7 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ട് ദിവസം 2.5 ലക്ഷം രൂപ വാടക കൊടുക്കുന്ന ഹോട്ടൽ മുറിയിൽ താമസിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ കയറി വള്ളിച്ചെരുപ്പിട്ട് നടക്കുന്ന ആദർശവാനായ അഴിമതി വിരുദ്ധനായ മുഖ്യമന്ത്രി. ഇങ്ങനെ അടിമുടി ഫ്രോഡെന്ന് പറഞ്ഞ വാക്കിന് കൈയും കാലും വെച്ചാൽ എന്താണോ അതായിരുന്നു കെജ്രിവാൾ. കെജ്രിവാൾ എടുത്ത നിലപാടുകൾ നോക്കൂ. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തയായിരുന്നു സ്വാതി മലിവാൾ. സ്വാതി മലിവാളിനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. സ്വാതി മലിവാളും കെജ്രിവാളും കൂടെ പണ്ട് ഈ തിരുവനന്തപുരത്ത് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ വന്ന ഒരു കുപ്രസിദ്ധമായ കഥയുണ്ട്. മുമ്പൊരിക്കൽ നമ്മൾ പേര് പറയാതെ ഒരു വീഡിയോ ഒക്കെ ചെയ്തതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല, തപ്പിയെടുത്താൽ ആളുകൾക്ക് കിട്ടും. ആ സ്വാതി മലിവാൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തയായിരുന്നു. പക്ഷേ സ്വാതിയെ ഇടയ്ക്ക് തഴഞ്ഞു. രാജ്യസഭാ MP ആണ്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന വിഭവകുമാർ സ്വാതി മലിവാളിനെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, മുഖ്യമന്ത്രി ഒരു ഭിത്തിക്കപ്പുറത്തെ മുറിയിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ വന്ന സ്വാതി മലിവാളിനെ മർദ്ദിച്ചു കേസായി അയാളെ അറസ്റ്റ് ചെയ്തിട്ട് പോലും അയാളെ തള്ളിപ്പറയാൻ തയ്യാറായില്ല കെജ്രിവാൾ. സ്വാതി മലിവാൾ കേസ് കൊടുത്തു,
മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ച് ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ കെജ്രിവാളിൻ്റെ വീടിന് മുന്നിൽ മാലിന്യക്കൂമ്പാരം കൊണ്ടിട്ടു. അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ പോലും ഒരു സ്ത്രീക്ക് വേണ്ടി തൻ്റെ വിശ്വസ്തയായിരുന്ന സന്തത സഹചാരിയായിരുന്ന തൻ്റെ എല്ലാ രഹസ്യങ്ങളുമായിരുന്ന താനുമായും പല ബന്ധങ്ങളും ഉണ്ടായിരുന്ന സ്വാതി മലിവാളിനെ തൻ്റെ ഗുണ്ടയെ ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ച ഒരാളാണ് കെജ്രിവാൾ. എന്നിട്ട് എന്ത് ചെയ്തു? 100 കോടി രൂപയാണ് ദില്ലി മദ്യ ഇടപാടിൽ കൈക്കൂലി വാങ്ങിയത്. ഈ 100 കോടി രൂപ ഗോവ ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചെന്നാണ് പറഞ്ഞത്. 36 ആപ്പിൾ ഫോണുകൾ ഉണ്ടായിരുന്നു ഇയാൾക്ക്. ഒരു മനുഷ്യന് ഒരു ഫോൺ അല്ലേ, അല്ലെങ്കിൽ 2 ഫോൺ. 36 ഫോൺ എന്തിനാ ഒരാൾക്ക്? ഇതെന്താ 36 ഫോൺ കൊണ്ടു നടക്കാൻ ഇയാൾക്ക് മിനിമം ഒരു 10-18 കൈയെങ്കിലും വേണ്ടേ? ഈ 36 ഫോൺ, ഒരു മനുഷ്യന് എന്തിനാണ് 36 മൊബൈൽ ഫോണുകൾ? ആലോചിച്ച് നോക്കൂ. അതും ആപ്പിളിൻ്റെ ഫോൺ. ഈ ആപ്പിളിൻ്റെ ഫോണുകൾ അൺലോക്ക് ചെയ്യാൻ ED ആവശ്യപ്പെട്ടു. പുള്ളി ജന്മം ചെയ്ത പാസ്വേഡ് കൊടുക്കില്ല. അങ്ങനെ എല്ലാ തരത്തിലും ദുരൂഹതകളുടെ ഭാഗമായി നിൽക്കുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ മലീമസമാക്കുകയും ചെയ്തൊരു മനുഷ്യനാണ് ഇപ്പോൾ അമ്പെ തോറ്റമ്പി നിൽക്കുന്നത്. കാരണം എക്കാലത്തും ജനങ്ങൾക്ക് കുറേ പച്ചരി കൊടുത്തും കിറ്റ് കൊടുത്തും, ഇപ്പോൾ കേരളത്തിലുള്ളവരോട് കേൾക്കാനാണ് പറഞ്ഞത്, പച്ചരി കൊടുത്തും കിറ്റ് കൊടുത്തും സൗജന്യങ്ങൾ കൊടുത്തും ജനങ്ങളെ കൊള്ളയടിക്കാം. അതിൻ്റെ മറവിൽ അതിഭീമമായ കൊള്ള നടത്തി ഒരു അരാജകത്വം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയ ജനം ഒടുവിൽ ആ ചൂലെടുത്ത് തന്നെ ഇവനെ അടിച്ചു വാരി ഗാർബേജ് ബിന്നിലിട്ടു എന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഒരു വളരെ സിവിയറായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോവുക. കാരണം BJPക്കും കോൺഗ്രസിനും ബദൽ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി. അപ്പോൾ ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരൊക്കെ പറയുമായിരുന്നു BJPയുടെ B ടീമാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഇവൻ സോറോസിൻ്റെ ആളായിരുന്നു. ജോർജ് സോറോസിനെ പോലെ ഇന്ത്യയെ ശിഥിലീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കക്ഷികൾക്ക് പണം കൊടുത്ത് അവരെ കൊണ്ട് ഇന്ത്യക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന അന്താരാഷ്ട്ര ഏജൻസികളുടെ കയ്യിലെ കളിപ്പാവയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അയാൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയൊക്കെ അങ്ങനെ തന്നെയാണ്. ഏതായാലും നമ്മളിപ്പോൾ നോക്കേണ്ടത്, ഇപ്പോൾ കെജ്രിവാളിന് ഡൽഹിയിൽ ഭരണം പോകുമ്പോഴും പഞ്ചാബിൽ ഭരണമുണ്ട്, അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഇക്കാലം അത്രയും കെജ്രിവാളിലൂടെ തോറ്റ് കെജ്രിവാൾ നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നാളെ ഇനി പഞ്ചാബിൽ പഴയ സ്വാധീനമൊന്നും കെജ്രിവാളിന് ചെലുത്താൻ പറ്റില്ല. കാരണം പഞ്ചാബ് മുഖ്യമന്ത്രി താൻ പോടോ, താൻ അവിടെ തോറ്റുപോയില്ലേ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ വെടിതിരിവാണ്. കെജ്രിവാൾ എന്നുള്ള ഒരു ഇതിഹാസ സമാന പുരുഷനായി ഇവിടുത്തെ മാധ്യമങ്ങൾ പെരുപ്പിച്ചുണ്ടാക്കിയ മനുഷ്യൻ്റെ കച്ചവടം തിരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ജനങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നക്കാപ്പിച്ച എന്തെങ്കിലും കൊടുത്ത് ജനങ്ങളെ എക്കാലവും കബളിപ്പിക്കാം എന്ന് പറഞ്ഞത് ദില്ലിയിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി അധികകാലം ഓടില്ല. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഐതിഹാസികമായ വിജയമാണ്. 27 വർഷത്തിന് ശേഷമാണ് BJP ദില്ലി പിടിക്കുന്നത്. BJPക്ക് വലിയ അപമാനമായിരുന്നു. അപമാനം മാത്രമല്ല, ഒരുപാട് പ്രതിസന്ധികൾ ആപ്പിൻ്റെ ഭരണകാലത്തുണ്ടായി. നമ്മൾ ഓർക്കുന്നില്ലേ, ട്രാക്ടർ ഓടിച്ചുകൊണ്ട് ഈ കർഷകർ എന്ന് പറഞ്ഞ കുറേ ക്രിമിനൽസ് ദില്ലിയിലേക്ക് വന്നപ്പോൾ അവർക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ചേർത്ത് വിടും. അവർക്ക് ഭക്ഷണം കൊടുത്തു, താമസിക്കാൻ സ്ഥലം കൊടുത്തു. ഇതെല്ലാം ദില്ലി സർക്കാർ കെജ്രിവാൾ ചെയ്താണ്. അങ്ങനെ നരേന്ദ്രമോദി സർക്കാരിനെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നതുപോലെ വീഴിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്ത് രാജ്യ തലസ്ഥാനത്തെ കുളമാക്കുന്ന തരത്തിൽ, അവിടെ അരാജകത്വം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാം സഹായം ചെയ്തു കൊടുത്തത് കെജ്രിവാളാണ്. ഒരുപക്ഷെ പോലീസ് കൂടി കെജ്രിവാളിൻ്റെ കയ്യിലായിരുന്നുവെങ്കിൽ, പോലീസ് കൂടി അന്ന് എല്ലാ സഹായങ്ങളും ഈ സമരക്കാർക്ക് കൊടുത്തതെങ്കിൽ രാജ്യ തലസ്ഥാനം ഏറ്റവും വലിയ ഒരു രക്തച്ചൊരിച്ചിൽ നടക്കുന്ന ഒരു സ്ഥലമായി മാറുമായിരുന്നു. അപ്പോൾ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക, ഇന്ത്യയുടെ യശസ് ഇല്ലാണ്ടാക്കുക, ഇന്ത്യയെ ശിഥിലീകരിക്കുക എന്നുള്ള അജണ്ടയുമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൊടി ഇറക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം നമ്മൾ നോക്കണം, കെജ്രിവാളിനിപ്പോൾ ചെയ്യാവുന്ന, അദ്ദേഹം അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തി. അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തിയ ആൾ ഏറ്റവും വലിയ അഴിമതിക്കാരനായി. ഈ ജയിലിൽ പോയല്ലോ, ജയിലിൽ പോയപ്പോൾ ഇയാൾ നടത്തിയ നാടകങ്ങൾ എന്തൊക്കെയാണ്? ജയിലിൽ പോയപ്പോൾ ഇയാൾക്ക് ആദ്യം മുറി വേണം, മേശ വേണം, കസേര വേണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഓഫീസ് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ജയിലിലായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ കൂടി ഇയാൾ തയ്യാറായില്ല. എന്നിട്ട് ഇയാൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഇയാൾ എന്തറിയോ, കടുത്ത പ്രമേഹ രോഗമുള്ള ഇയാൾ മനഃപൂർവ്വം മാമ്പഴം വരുത്തി കഴിച്ചിട്ട് ഷുഗർ കൂട്ടി. അപ്പോൾ ഫ്രോഡ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫ്രോഡ് എന്ന വാക്കിന് ഒരു രൂപം കൊടുത്താൽ അത് കെജ്രിവാളിൻ്റെ രൂപമായിരിക്കും. ഫ്രോഡിനെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വരയ്ക്കാവുന്ന ചിത്രം കെജ്രിവാളിൻ്റെ ചിത്രമാണ്. അപ്പോൾ ദില്ലിയെ സംബന്ധിച്ച് ഏറ്റവും രസകരമായ ഒരു കാര്യം ബബിത എന്നോട് പറഞ്ഞല്ലോ, അതായത് മുസ്ലിം മണ്ഡലങ്ങളിൽ BJP കുതിച്ചു കയറുന്നത്. അപ്പോൾ അതിനകത്തൊരു കാര്യം ഇത് BJPക്ക് അനുകൂലമായി മുസ്ലിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി ഇത്തവണ
ഫോക്കസ് ചെയ്ത് മുസ്ലിം മണ്ഡലങ്ങളിലാണ്. രാഹുലിന് കോൺഗ്രസിനും ഇത്തവണയും പഴയ പോലെ ദയനീയമായ പരാജയം തന്നെയാണ്. ഷീലാ ദീക്ഷിത് എത്രയോ കാലം ദില്ലി മുഖ്യമന്ത്രിയായിരുന്നതാണ്. അവിടെ കോൺഗ്രസ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ ഏതായാലും മുസ്ലിം മേഖലകളിലാണ് രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തി മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ മുസ്ലിം തൊപ്പി വെച്ചാണ് രാഹുൽ ഗാന്ധി അവിടെ പ്രചാരണം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വോട്ട് സ്പ്ലിറ്റ് ചെയ്തുണ്ടാവാം. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം വരുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ ഒരു ചിത്രം വരുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇന്ത്യയിൽ അരാജകത്വം വിതറാൻ, ഇന്ത്യയെ ശിഥിലമാക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൊടിയിറക്കമാണ് ദില്ലിയിലെ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഇതുവരെയുള്ള വോട്ടെണ്ണൽ നൽകുന്ന സൂചന. നമുക്ക് കൃത്യമായ റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.